ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ആണെന്നുള്ള ദൈവവചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെയും സഹജീവികളുടെയും പ്രകൃതിയുടെയും ആരോഗ്യത്തെയും സന്തുലനാവസ്ഥയെയും പരിരക്ഷിക്കുന്നതിനായി 1985 ആയുഷ്യ സെൻറ്റർ ഫോർ ഹീലിംഗ് ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന സമഗ്ര ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു. മരുന്നില്ലാത്ത ചികിത്സാ രീതികൾ, വിവിധതരം തെറാപ്പികൾ, കൗൺസിലിംഗ് എന്നിവയിലൂടെ നിരവധി പേർക്ക് സമാശ്വാസം കൊടുത്തുവിടുവാൻ ഈ സെൻ്ററിന് സാധിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗനിവാരണത്തിനായി പ്രകൃതി ചികിത്സാ രീതികൾ, പച്ചമരുന്നുകൾ, അതുപോലെ പ്രകൃതി കൃഷി രീതികൾ എന്നിവയും ഇവിടെ നടത്തിവരുന്നു. COVID-19 പശ്ചാത്തലത്തിൽ സെൻ്ററിൽ താമസിച്ചുള്ള ചികിത്സകളും പരിശീലനങ്ങളും നടത്തുവാൻ പരിമിതികൾ ഉള്ളതിനാൽ ഓൺലൈനായി പരിശീലന പരിപാടികൾ നടത്തുവാൻ ആയിഷയുടെ പ്രവർത്തകർ പരിശ്രമിക്കുകയാണ്. ആദ്യപടിയായി ആയിഷയിൽ ഹെൽത്ത് കെയർ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സിസ്റ്റർ വിജയ പുതുശ്ശേരിയിലിൻ്റെ ആരോഗ്യം ഗൃഹാന്തരീക്ഷത്തിൽ എന്ന DC ബുക്സ് പബ്ലിഷ് ചെയ്ത പുസ്തകത്തെ അടിസ്ഥാനമാക്കി കിടപ്പ് രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളിൽ തന്നെ ചെയ്യാവുന്ന വിവിധ പരിചരണ രീതികളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിരവധി നഴ്സിംഗ് സ്കൂളുകളിലും നഴ്സിംഗ് കോളേജുകളിലും നീണ്ടകാല അധ്യാപന പരിചയമുള്ള സിസ്റ്റർ ഒരു ട്രെയിനർ കൂടിയാണ്. കൂടാതെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ സമഗ്ര ചികിത്സയിലും നഴ്സിംഗ് പരിചരണത്തിലും ചീഫ് നഴ്സിംഗ് ഓഫീസർ എന്ന നിലയിൽ നേതൃത്വ സ്വഭാവമുള്ള സിസ്റ്റർ വിജയ പാലിയേറ്റീവ് പരിചരണത്തിലും രോഗികളുടെ ഗൃഹപരിചരണത്തിലും ഉള്ള പരിശീലനത്തിൽ അറിയപ്പെടുന്ന ഒരു അതോറിറ്റി കൂടിയാണ്. ഇത്രയും അനുഭവ സമ്പത്തുള്ള സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഓൺലൈൻ ഹെൽത്ത് കെയർ പ്രോഗ്രാം ഏവർക്കും ഏറെ പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ആയുഷ്യ ഹെൽത്ത് കെയർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരോഗ്യം മനുഷ്യൻ്റെ അതുല്യവും അമൂല്യമായ വിലയേറിയ ഒരു സമ്പത്താണ്. വിശുദ്ധ ഗ്രന്ഥം തന്നെ പറഞ്ഞിരിക്കുന്നു, ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന്. നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് എന്തെങ്കിലും തകരാറ് പറ്റുന്നിടം വരെ നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുകയില്ല. കുടുംബത്തിൻ്റെ ചട്ടക്കൂട്ടിൽ ആശ്വാസവും ആശ്രയവും കണ്ടെത്താനാണ് ഏത് രോഗാവസ്ഥയിൽ പോലും എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഹോസ്പിറ്റൽ ജീവിതം ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു രോഗം ഉണ്ടായാൽ തന്നെ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് കുടുംബാംഗങ്ങളുടെയൊക്കെ സ്നേഹവും പരിചരണവുമൊക്കെ പ്രത്യേകമായിട്ട് കിട്ടണമെന്നും. എന്നാൽ ഇന്നത്തെ പ്രവണത എന്താണ്? എന്തിനും ഏതിനും നമ്മൾ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുപോവുകയാണ്. പണമുണ്ടേലും ഇല്ലേലും ഇതൊരു സമൂഹ പ്രവണതയായിട്ട് ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് നമ്മുടെ ചുറ്റും ധാരാളം കിടപ്പ് രോഗികളുണ്ട്. അവരിൽ ഒരു നല്ല ശതമാനം പേരും പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കാം. അതായത് ചികിത്സ കൊണ്ട് ഭേദമാകാതെ മാറാരോഗങ്ങളാൽ വിഷമിക്കുന്നവർ, തലച്ചോറ്, നട്ടെല്ല്, നാഡീസംബന്ധമായ രോഗം മൂലം കിടപ്പിലായവർ, ഓപ്പറേഷൻ്റെ പിഴവ് മൂലം അല്ലെങ്കിൽ മരുന്നിൻ്റെ പിഴവ് മൂലം കിടപ്പിലായവർ, ഇങ്ങനെയുള്ളവരൊക്കെ ആകാം. എന്നാൽ വേറൊരു കൂട്ടർ വാഹനാപകടം മൂലമോ മറ്റ് അസുഖങ്ങൾ മൂലമോ ചികിത്സയുടെ ഭാഗമായിട്ട് കിടപ്പിലായവർ, അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്നവരായിരിക്കാം. ഇവർക്കൊക്കെ വേണ്ടത് അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ പരസഹായം വേണം. ഇങ്ങനെയുള്ള ഏതെങ്കിലും രോഗിയെ ആശുപത്രിയിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ആ പരിചരണം, അവരെ എങ്ങനെ പരിചരിക്കുമെന്ന് എന്ന ഒരു ഉത്കണ്ഠ ധാരാളം പേർ പങ്കുവയ്ക്കാറുണ്ട്. അവരെ എങ്ങനെ തിരിച്ചു കടത്താനോ ഒന്ന് എഴുന്നേൽപ്പിക്കാനോ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനോ ഒക്കെ കുടുംബാംഗങ്ങൾക്ക് അറിവില്ല. ഇനിയുമുള്ള കാലം കുടുംബത്തിലെ ഒരു വ്യക്തിയെങ്കിലും, പ്രത്യേകിച്ച് രോഗി പരിചരണത്തിൽ കുറച്ചെങ്കിലും നൈപുണ്യമുള്ളവർ, അതോ വളർന്നു വരുന്ന തലമുറയോ ആരെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ആരോഗ്യപരമായ കാര്യങ്ങളും രോഗി പരിചരണത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളും പഠിച്ചെടുത്താൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ളൊരു രോഗി നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം, അവർക്ക് കൊടുക്കുന്ന പരിചരണം ഒക്കെ ഒരു അനുഗ്രഹമായി മാറുമെന്നും തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം.
ഇങ്ങനെ രോഗീ പരിചരണവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ നിങ്ങൾക്കേവർക്കും പരിചിതമാക്കാൻ ഞങ്ങൾ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ആയുഷ് ഷായിൽ ഒരു ചെറിയ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്.